ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ വിട്ട് ഇന്ന് രാഷ്ട്രീയവും അല്പം സിനിമയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എടുക്കുന്നത്. തമിഴ് രാഷ്ട്രീയം പരിശോധിച്ചാൽ എല്ലാ കാലത്തും അണ്ണാദുരൈ മുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ വരെയുള്ളവരുടെ ചരിത്രം പരിശോധിച്ചാൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. തമിഴ്നാടിനെ പോലെ ഇത്രയേറെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ സിനിമാ നടന്മാരും സിനിമാക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരികയും വിജയിക്കുകയും അല്ലെങ്കിൽ ഒട്ടേറെ പേർ പരാജയപ്പെടുകയും ചെയ്ത മറ്റൊരു സംസ്ഥാനവും കാണില്ല. അവിടെ ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ ഉദയത്തിന് കൂടി വേദിയാവുകയാണ്. അത് നടൻ വിജയുടേതാണ്. വിജയ് ഇന്ന് അവിടുത്തെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന ദാന ചടങ്ങുണ്ട്, പ്രത്യേക പുരസ്കാര ചടങ്ങുണ്ടായിരുന്നു. അവിടെയടക്കം വിജയുടെ വാക്കുകളും മറ്റു രാഷ്ട്രീയക്കാരെ ഉന്നം വെച്ചുള്ളത് കൂടിയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് നല്ല ആളുകൾ വരേണ്ടതുണ്ട്. വേണ്ടത് നല്ല നേതാക്കളെയാണ്. നല്ല ഡോക്ടർമാരെയും നല്ല എഞ്ചിനീയർമാരെയും വേണ്ടതിനൊപ്പം തന്നെ നല്ല നേതാക്കളെയാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്. പഠിച്ചവർ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെയുള്ള വിജയുടെ വരവ് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയ ബോക്സ് ഓഫീസിൽ വിജയ് ഹിറ്റാകുമോ, അതോ വിജയിച്ച മാതൃകകളും പരാജയപ്പെട്ട മാതൃകകളുമുള്ള തമിഴ്നാട്ടിൽ ആരുടെ മാതൃകയിലേക്കാവും വിജയ് നീങ്ങുക? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ബാലകൃഷ്ണൻ, തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രം സിനിമയുമായി അത്രയേറെ ചേർന്ന് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ സിനിമ ഏത് രാഷ്ട്രീയം ഏത് തിരിച്ചറിയാൻ കഴിയാത്ത അത്ര യോജിച്ചു നിൽക്കുന്നത് കൂടിയാണ്. വിജയിച്ച രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് വിജയിച്ചവരും പരാജയപ്പെട്ടു പോയ സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വിജയ് കൂടി ആ വഴിയിലേക്ക് വരികയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം കിരൺ സാർ. നമസ്കാരം. തമിഴ് രാഷ്ട്രീയത്തില് വിജയ് ഇളവതി ഇറങ്ങുകയാണെങ്കിൽ അത് പൂർണ്ണമായും വിജയത്തിലേക്ക് തന്നെ പോകും. അദ്ദേഹത്തെ പറ്റി ദൂരെ നിന്ന് അറിഞ്ഞെടുത്തോളം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണ്. അതുപോലെ തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. കാലാകാലങ്ങളായിട്ട് ഒരു ദ്രാവിഡ മുന്നേറ്റ കഴകം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മുന്നേറിപ്പോകുന്ന ഒരു ദേശീയ പാർട്ടിക്ക് ഇതുവരെ കോൺഗ്രസിന് ശേഷം ഒരു ദേശീയ പാർട്ടിക്ക് ക്ലച്ച് പിടിക്കാനാവാത്തൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പൊ അതുകൊണ്ട് വിജയെ പോലെയുള്ള ആളുകൾ വന്നാൽ പ്രാദേശിക രാഷ്ട്രീയമാണെങ്കിലും തമിഴ്നാട്ടിൽ ഒരു പമ്പിച്ച മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ തമിഴ് ജനതയ്ക്ക് ഏറെ ഗുണകരമാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. ശരി, ഓക്കെ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനപ്പെട്ട പല നടന്മാരും നടിമാരും ഒക്കെ തമിഴ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ MGR ആയാലും കരുണാനിധി ആയാലും തിരക്കഥാകൃത്തായിരുന്നു കരുണാനിധി ആയാലും ജയലളിത ആയാലും ഒക്കെ. അതോടൊപ്പം തന്നെ രജനീകാന്തിനെ പോലുള്ള രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നൊക്കെ പറയുകയും പ്രവേശനം അങ്ങനെ കാര്യമായി ഒന്നും ചലനങ്ങൾ ഉണ്ടാക്കാതെ അസ്തമിച്ചു പോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ. കമലഹാസന്റെ രാഷ്ട്രീയ പാർട്ടി വന്നെങ്കിലും അതിന് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്നു എന്നുള്ള മാത്രമാണ്. അങ്ങനെ പരാജയപ്പെട്ടതും വിജയിച്ചതുമായ ഒട്ടേറെ കഥകളുണ്ട്. പക്ഷേ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ആരാധകരായിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന വിജയ് കൂടി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പുരസ്കാര ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര ചടങ്ങിലടക്കം പറഞ്ഞത് പഠിപ്പുള്ളവർ നേതാക്കളായി വരണം, മികച്ച വിദ്യാർത്ഥികൾ വരേണ്ടത് രാഷ്ട്രീയത്തിലേക്കാണ് എന്നുള്ളതാണ്. എങ്ങനെയാവും അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോക്സ് ഓഫീസിൽ ഹിറ്റാകുമോ? ഞാൻ ആൾക്ക് നല്ല മാന്യയാണ്. ഇപ്പോ അണ്ണാദുരോ കരുണാനിധിയോ പോലെയല്ല. ഇയാള് 16 കോടി ഉറുപ്പികയല്ലേ 2 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിലെ പ്രദേശത്ത് കൊടുത്തത്. നമ്മളെ മോഹൻലാലും മമ്മൂട്ടി 25 ലക്ഷം കൊടുക്കുമ്പോൾ ഈ വിജയ് കൊടുത്ത 16 കോടിയാ. അപ്പൊ ഇയാൾ ഈ നാട്ടിനും എല്ലാം ഒരു പ്രതീക്ഷയാണ്. ഈ മനുഷ്യനാ എല്ലാ നാട്ടിലും. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാര് ഈ രാഷ്ട്രീയക്കാരെ ഈ തട്ടിപ്പിൽ പെട്ടുപോയി. ഇയാളെ ശരിക്കും തലയിലേക്കണം ഞാൻ പറഞ്ഞു. ഈ വിജയിനെ നന്നായിട്ട് വരട്ടെ. ഇയാൾ ഈ ഇന്ത്യ ഒരുക്കട്ടെ. ഏറ്റവും നല്ല മകനായാല്. എന്തായാലും താങ്കളെ ഒരു വിജയ് ആരാധകൻ കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ശരി, ഓക്കെ. എന്തായാലും ഒരു വിജയ് ആരാധകൻ തന്നെ വിളിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് പൊതുവേദിയിൽ അടുത്തത് ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വിജയ് സിനിമയൊക്കെ സൂപ്പർ ഹിറ്റുകളാണ്, രാഷ്ട്രീയത്തിൽ അത് ഹിറ്റാക്കാൻ കഴിയുമോ? മറ്റേ നമ്മുടെ MGRും ജയലളിത ഇവരൊക്കെ ഫൈറ്റ് വിജയിച്ച ഒരു മേഖലയാണ് അത്. സിനിമാ മേഖല, അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ ശിവാജി ഗണേശനും അതുപോലെ രജനീകാന്തും ഒക്കെ പരാജയപ്പെട്ട ഒരു മേഖല കൂടിയാണ്. ഫാൻസ് ഉണ്ട്.
സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശരിയാണ്. ഇത് ഏത് തരത്തിൽ ഹിറ്റാവും അല്ലെങ്കിൽ ഇതാവും എന്നുള്ളത് വിജയിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയണത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, വയലാറിൽ നിന്നും ശ്രീ ശശിധരനാണ്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തമിഴ് സിനിമയും തമിഴ് രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം താങ്കൾക്കറിയാം. ഹിറ്റായ നേതാക്കളും പാടെ പൊളിഞ്ഞുപോയ നേതാക്കളും ഒക്കെ, അല്ല പൊളിഞ്ഞുപോയ സിനിമാക്കാരും ഒക്കെ ഉണ്ട് അവിടെ. ഈ വിജയുടെ വരവിനെ താങ്കൾ എങ്ങനെ കാണുന്നു? വണക്കം. വണക്കം. ரொம்ப சந்தோஷம். ரொம்ப சந்தோஷம். ഇതിൽ കൂടുതൽ തമിഴൊന്നും ചോദിക്കാൻ എന്നോട് പറയരുത്, ഞാൻ കുഴഞ്ഞു പോകും. அப்படி சொல்லாதுங்க. நம்ம പക്കത്ത് വീട് താനേ. പോട്ടെ. പിന്നെ പറഞ്ഞോ, നമ്മുടെ തമിഴ്നാട്ടിൽ ഇതൊക്കെ കുറെയൊക്കെ വില പോകും, കാരണം കേരള അല്ലല്ലോ. പിന്നെ അവിടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരനായതുകൊണ്ടോ സിനിമാ ആരാധകരായ കൊണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല. എംജിആറും ജയലളിതയൊക്കെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് വന്ന സിനിമാക്കാരെയൊന്നും അത്ര ഇതാകാതെ പോയത്, ശോഭിക്കാതെ പോയത് അവരൊക്കെ സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം വന്നുകൊണ്ടാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം സ്റ്റാലിൻ വന്നെന്ന് പറഞ്ഞാൽ അയാൾ രാഷ്ട്രീയക്കാരനാണ്, സിനിമയായിട്ട് അയാളെ അധികം കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്താൽ ആര് വന്നാലും എന്താ, നമുക്ക് വിജയ് വന്നാലും എന്താ, ഇപ്പം ഇവിടെ മമ്മൂട്ടി വന്നാൽ എന്താ, മോഹൻലാൽ വന്നാൽ എന്താ. ഇപ്പൊ സുരേഷ് ഗോപിക്ക് തന്നെ തൃശ്ശൂരിൽ വന്നെങ്കിൽ അയാൾ സിനിമാക്കാരനെ കൊണ്ട് മാത്രമല്ല, അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഒരുപാട് പണിയെടുത്തുകൊണ്ടാണ് അയാൾക്ക് ഇച്ചിരി പിന്തുണയൊക്കെ കിട്ടിയത്, അല്ലേ? ശരി, താങ്കൾ പറഞ്ഞ വളരെ വ്യക്തമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. ശരി, അത് തന്നെയാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത്. എന്തായാലും വിജയ് ഇപ്പോൾ എന്തായാലും തത്വത്തിൽ പറയുന്നത് അങ്ങനെയാണ്. തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഏതെങ്കിലും ഒരു പ്രവർത്തനമല്ല, അത് താൻ അതിനെ കാണുന്നത് പുണ്യമായ ഒരു സേവനമായിട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് പ്രവൃത്തിയിൽ രാഷ്ട്രീയത്തിൽ വരുന്നതെന്ന് പിന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റു പ്രേക്ഷകനുണ്ട്, പള്ളുരുത്തിയിൽ നിന്നും ശ്രീ ഡേവിഡ് വിജയ് ആണ്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് എനിക്ക് വലിയ യോജിപ്പൊന്നും ഇല്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല നേതാക്കന്മാരില്ലായിരുന്നു ഇതുവരെ. എംജിആറിന് എന്താ രണ്ടാമത്തെ കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഈ നിലവിലെ നേതാക്കന്മാരെ വെച്ചിട്ടാണ് പറഞ്ഞത്. നേരത്തെ അദ്ദേഹം ഉദാഹരണം പറഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ ഞാൻ കേട്ടത് അങ്ങനെയാണ്. ചുരുക്കം പറഞ്ഞ നേതാക്കന്മാരിൽ എംജിആറിന് എന്ത് പഠിപ്പുണ്ടായിട്ട് അദ്ദേഹം അതല്ല, അതിന് മുമ്പ് തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങി പാവപ്പെട്ടവർ ഏഴെത്തോഴെന്നാണല്ലോ അറിഞ്ഞപ്പെട്ടിരിക്കുന്നത്. അതെ, അതായത് വളരെ പാവപ്പെട്ടവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട പേരാണ്. പേര് വന്നതറിയാമല്ലോ. അത് അദ്ദേഹത്തിന്റെ അതുമാതിരിയുള്ള നിലപാടുള്ളവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഒന്നും കാണുന്നില്ല, ഒരു ഡെഡിക്കേറ്റഡ് ഇത് മതി. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വരെ അത്ര വലിയൊരു സ്കോളറൊന്നും അല്ല അദ്ദേഹം ഇതൊക്കെ ആയിട്ട്. പിന്നെ തമിഴ്നാട്ടിൽ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയം എന്നൊന്നും പറഞ്ഞുകൂടാ. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, അവിടെ മാർവാടികളെ ഏറ്റവും കൂടുതൽ ഈ തമിഴന്മാരെ പാൻ ബ്രോക്കർ എന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത് മദ്രാസ് സിറ്റിയിലൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട്. അവിടെ കേരളത്തിലെ മാതിരിയുള്ള AKGയുടെ കാലത്തുള്ള മാതിരി ഒരു വെൽഫെയർ മെഷേഴ്സോ ഒരു ഭൂപരിഷ്കരണം ഒന്നും ഇല്ല. ശരി, ഓക്കെ, താങ്കൾ പറഞ്ഞത് വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയം തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനുണ്ട്, അഭിനവാണ് മലപ്പുറത്തു നിന്നും. ശ്രീ അഭിനവ്, താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. വിജയ് ഫാനാണോ? അതെ അതെ, വിജയ് ഫാനാണ്. ശരി, എന്ത് തോന്നുന്നു താങ്കളുടെ ഈ നടൻ, താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നടൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? നല്ലത് സംഭവിക്കുള്ളൂ. കാരണം കോട്ടർക്കും കോളി ബിരിയാണിക്കും വോട്ട് ചെയ്യണ ജനങ്ങൾ ആ ഒരു നല്ലൊരു നേതാവിന് വേണ്ടി വോട്ട് ചെയ്യും. ശരി, കേൾക്കാം, പറഞ്ഞോളൂ. നല്ലൊരു നേതാവിനെയാണ് തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടുന്നത്. മതവും വർഗീയതയെല്ലാം തൊലയും. ശരി, ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. അൽത്താഫാണ് എരുമേലിയിൽ നിന്നും. ശ്രീ അൽത്താഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വിജയ്ക്ക് സിനിമ വിജയിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിയുമോ? നമ്മുടെ തമിഴ്നാട്ടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ സിനിമാ നടന്മാരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അത് വിജയിക്കും പരാജയപ്പെടുന്നതൊക്കെ പതിവായിട്ടുള്ളതാണ്. കമലഹാസന്റെ ഒക്കെ കാര്യം നമുക്കറിയാം. പക്ഷെ എനിക്ക് അതിന് മുന്നേ നമ്മുടെ ചാനലിലെ ഈ ചർച്ചയോട് എനിക്കൊരു വിയോജിപ്പ് പറയാനുള്ളത്, നിങ്ങൾ ചർച്ചയുടെ വിഷയം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെ സമ്മതിച്ചേ തീരൂ. കാരണം ഇന്നലെ CPM-നകത്ത് ഉൾപ്പോരും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നലത്തെ ചർച്ച. TP ചന്ദ്രശേഖരായിരുന്നു ഇന്നലത്തെ ചർച്ച. അതിന്റെ തലേദിവസം CPM-നകത്ത് G സുധാകരൻ, തോമസ് ഐസക്, ഇതൊക്കെയായിരുന്നു ചർച്ച. ഇന്ന് നമ്മുടെ ഡൽഹിയിലുള്ള ഒരു വിമാനത്താവളത്തിലെ മേൽക്കൂര ഇടിഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ചുപോയിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ രാജ്യത്തിന്റെ അഭിമന്യനായ പ്രധാനമന്ത്രി മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ഒരു വിമാനത്താവളമാണ്. അത് പോട്ടെ, മറ്റൊരു വിഷയം, നീറ്റ് വിഷയത്തിലാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്ത് ലോക്സഭയിലുണ്ടായ വിഷയമൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വിജയുടെ ഈ രാഷ്ട്രീയ ശരി, ഓക്കെ, താങ്കൾ ഇത് പറഞ്ഞതിനൊരു ചെറിയ മറുപടി കൂടി എനിക്ക് പറയാനുണ്ട്. താങ്കൾ സ്ഥിരമായി ഇത് കാണുന്ന ആളുകളാണെങ്കിൽ ഇതേ പരാതി താങ്കളുടെ ഒരു വാക്കുകൾ കേട്ട ഇടതുപക്ഷത്തിന്റെ ആളാണെന്ന് തോന്നുന്നു. താങ്കൾ പറഞ്ഞത്
ആ പക്ഷത്തിനെതിരെ തുടർച്ചയായി ഈ വിഷയങ്ങൾ വരുമ്പോൾ ഉണ്ട പരാതിയാണ്. ഇതേ പരാതി കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ പലതവണ പൊതുവേദിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വിഷയങ്ങൾ, സുധാകരന്റെ വിഷയത്തിലൊക്കെ തുടർച്ചയായി ചർച്ച വന്നപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. പല ദിവസങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. നീറ്റ് പരീക്ഷയുടെ പലതവണ വന്ന വിഷയം കൂടിയാണ്. നിരന്തരം രാഷ്ട്രീയം എടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വീണ്ടും എടുക്കാനുണ്ട്. കണ്ണൂരിൽ തുറന്നു പറച്ചിലുകളുടെ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാഷ്ട്രീയം എല്ലാ ദിവസവും എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കുന്നതിന് തടസ്സമില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞ ഒരു 100 എപ്പിസോഡ് അല്ലെങ്കിൽ 50 എപ്പിസോഡ് താങ്കൾ നോക്കിയിട്ട് പറയൂ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയങ്ങൾ മാത്രമാണ് എടുത്തതെന്ന് പറഞ്ഞാൽ താങ്കളുടെ വിമർശനത്തെ ഞാൻ അംഗീകരിക്കാം. അല്ലെങ്കിൽ താങ്കൾ അത് തിരുത്താൻ കൂടി തയ്യാറാവണമെന്ന് അഭ്യർത്ഥന വെക്കുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കൊയിലാണ്ടിയിൽ നിന്നും റഷീദാണ്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വിജയുടെ ഈ മാസ്റ്റർ ഡയലോഗുകളൊക്കെ സിനിമയിൽ വൻ ഹിറ്റാണ്. പലപ്പോഴും പൊതുവേദിയിലും അത്തരം രാഷ്ട്രീയ ഡയലോഗുകളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ പലപ്പോഴും അത്തരം പല നിർണായകമായ സർക്കാർ തീരുമാനങ്ങളും വിമർശിച്ചുകൊണ്ടുള്ള ഡയലോഗുകളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഡയലോഗ് പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വിജയിക്കാൻ കഴിയുമോ? വിജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സാധാരണക്കാരിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉള്ള ഒരു നടനാണ്. നേരത്തെ നമുക്കറിയാലോ, രാമസ്വാമിയും അണ്ണാദിലേക്കും ശേഷം MG രാമചന്ദ്രൻ, മക്കൾ തിലകം അറിയാലോ, നടികർ തിലകം ശിവാജി ഗണേശൻ. ശിവാജി ഗണേശൻ പല രാഷ്ട്രീയ പാർട്ടി മാറി മാറിപ്പോയി. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ശിവാജി ഗണേശന് ഒരു കാര്യമായ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്നു. അദ്ദേഹം സ്വന്തം നിലയിൽ പാർട്ടി രണ്ടോ മൂന്നോ പാർട്ടി ഉണ്ടാക്കി പാർട്ടികൾ മാറിയൊക്കെ പോയിട്ടാണ് അവസാനം കോൺഗ്രസ് എത്തിയത്. ശിവാജി ഗണേശനായിരുന്നു. ശിവാജി ഗണേശൻ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ ഒന്ന് ജസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടിയിൽ പോയി. പക്ഷെ അങ്ങനെ ഒരു വൻ വിജയം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിജയം ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ജയലളിത വിജയിച്ചിട്ടുണ്ടല്ലോ. അവിടെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള നടന്മാർക്ക് അവിടെ ഉന്നതങ്ങളിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ തെളിവാണ് ശിവാജി ഗണേശൻ, അല്ല MG രാമചന്ദ്രൻ. അതെ, അതേപോലെ തന്നെ വിജയിക്കും ആ നിലയിലേക്ക് വരാൻ സാധിക്കുന്നു. കാരണം അത്രമാത്രം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അദ്ദേഹം ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ തമിഴ്നാട്ടിൽ ഒരുപാട് സാധ്യതകളുള്ള നടനാണ് വിജയ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രേക്ഷകൻ കൂടിയുണ്ട്. പ്രകാശനാണ് കാസർഗോഡ് നിന്നും. ശ്രീ പ്രകാശൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വിജയുടെ ഈ വരവ് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുമോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുമെന്നൊക്കെയാണ്, വിജയുടെ പാർട്ടി മത്സരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ യാതൊരുവിധ മാറ്റവും വിജയുടെ രാഷ്ട്രീയ പ്രവേശത്തോടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ശിവാജി ഗണേശന്റെയും അല്ലെങ്കിൽ MG രാമചന്ദ്രന്റെയും ഒന്നും കാലഘട്ടമല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ മലയാളികളൊക്കെ, ഞാനൊരു ഭാഷയെയോ സംസ്കാരത്തെയോ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു യാഥാർത്ഥ്യം പറഞ്ഞതേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ മലയാളികൾ അഹങ്കരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സാംസ്കാരികമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ പ്രബുദ്ധരാണ് മലയാളികൾ. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. തമിഴരൊക്കെ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് സിനിമാക്കാരെ അങ്ങ് ആരാധിക്കുന്നു. അവരൊക്കെ സാംസ്കാരികമായിട്ടൊക്കെ രാഷ്ട്രീയമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നവരാണ്. ഒരു വിഭാഗത്തെങ്കിലും ചെറിയ ധാരണയുള്ള ഒരു കാലമുണ്ടായിരുന്നു MGRന്റെ ഒക്കെ കാലത്ത്. പക്ഷെ ഇന്നതല്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വിജയ് എന്ന് പറയും നമ്മളെല്ലാം ഓമന പേര് വിളിക്കുന്ന ഇളയ ദളപതി. മൂത്ത ദളപതി ആരാണെന്നറിയാമല്ലോ? അവിടുത്തെ രജനീകാന്ത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരാൻ എന്തെല്ലാം കോപ്രായങ്ങൾ അവിടെ കാണിച്ചു. പക്ഷെ അദ്ദേഹം അതിന്റെ പരാജയം സംഭവിക്കും, ജനങ്ങൾ തിരസ്കരിക്കുമെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നോക്കം പോയി. ഉലകനായകൻ കമലഹാസൻ, എന്തെല്ലാം പേരിൽ 2-3 പേര് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ പല രീതിയിലുള്ള രാഷ്ട്രീയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ തമിഴ്നാട്ടിൽ ശ്രമിച്ചു. അവിടെ നിന്നില്ല. അതിന്റെ കാരണമുണ്ട്. അന്നത്തെ കാലമല്ല, MGRന്റെ കാലഘട്ടമല്ല. ഇന്ന് അവിടെ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഇന്ന് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയായിട്ട് ഇടത് സ്വഭാവമുള്ള സ്റ്റാലിൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിന്റെ പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു ഇടതു സ്വഭാവമുള്ള പാർട്ടിയാണ്. അദ്ദേഹം പന്തിഭോജനം, വിപ്ലവകരമായിട്ടുള്ള മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാക്കി. മീഡിയ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പന്തിഭോജനം ഒഴിവാക്കി അവിടെ ഇന്നും ചാതുർവർണ്ണയത്തിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അവിടേക്ക് ഇറങ്ങി ചെല്ലുവാൻ സ്റ്റാലിൻ തയ്യാറായി. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സൗജന്യ ബസ് യാത്രകൾ അടക്കം എന്തെല്ലാം വിപ്ലവകരമായ മാറ്റം. അന്ന് വെള്ളിത്തിരയിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്. സിനിമയിൽ കാണുന്നത് പോലത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ തമിഴിൽ നിന്ന് അങ്ങനെയല്ല.
ശരി, താങ്കൾ ഈ സ്റ്റാലിൻ മികച്ച മുഖ്യമന്ത്രി നിലയിലൊക്കെ പേരെടുക്കുന്ന ആൾ തന്നെയാണ്, ഇതെല്ലാം ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷേ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ ദീർഘകാലം ഭരിച്ചിട്ടും ഈ ചാതുർവർണ്ണ്യം പോലെയുള്ള അല്ലെങ്കിൽ കടുത്ത ജാതീയ വിവേചനമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന് ഒരു പരിധിവരെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആശയധാരയിൽ നിന്ന് അത് നടപ്പാക്കുന്നതിൽ അവർക്ക് വന്ന വീഴ്ചകൾ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജിയാണ്. ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ക്ലച്ച് പിടിക്കത്തില്ല, ഒരു കാര്യമില്ല. എന്താണ് താങ്കൾ അങ്ങനെ പറയുന്നത്? രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമാണെന്നൊന്നും മറ്റേ പുള്ളി പറഞ്ഞോളാം, ഞാൻ പറയല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ സിനിമാ നടന്മാരെയൊക്കെ ജയിപ്പിച്ച് വിടുന്ന കാലഘട്ടം പണ്ടേ കഴിഞ്ഞു. അവിടുത്തെ ചെറുപ്പക്കാർ ഇപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള, പണ്ടെന്ന് പറഞ്ഞാൽ ഈ കാരണവന്മാര് കാലത്ത് വൈകുന്നേരം വരെ സാറിനറിയാവോ, ഈ വടക്കഞ്ചേരിക്കടുത്ത് CVM എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. തറ എന്നൊരു ഇതുണ്ട്, അതായത് മണലാണ് ഇട്ടിരിക്കുന്നത്. ആ മണലില് പേപ്പറൊക്കെ ആയിട്ട് പോയിട്ട് മണി കഴിഞ്ഞ് കാരണവന്മാർ പോയിരിക്കുക. കാരണം ഈ പാലക്കാട് വടക്കഞ്ചേരി ആയതുകൊണ്ട് തമിഴിന്റെ ഒരു ചൊവ്വയുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ MGRന്റെയും ശിവാജി ഗണേശന്റെയും അങ്ങനെയുള്ള പടങ്ങളാണ്. അപ്പൊ അന്നത്തെ കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെന്താ വെച്ചാൽ ആ കാലഘട്ടം അതാണ്. മനുഷ്യൻ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. അവന്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആഹ്ലാദിക്കാൻ വേണ്ടി കള്ള് ഷാപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് പോകുന്നു. ഇന്ന് കാലം മാറി. അവര് ചെറുപ്പക്കാരൊക്കെ വളർന്നു വന്നു, ലോകം അവർ പഠിച്ചു. പിന്നെ ഈ സിനിമയെ കാണുന്നതൊന്നും അല്ല യഥാർത്ഥ ജീവിതം എന്നൊക്കെ ആൾക്കാരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഈ വിജയ് ഫാൻസോ അല്ലെങ്കിൽ ഇത് രജനീകാന്തിനെ അറിയാവുന്നതുകൊണ്ടാണ് ആ പുള്ളിക്ക് മനസ്സിലായി ഇതിലേക്ക്. കമലഹാസൻ കണ്ടോ, ഉലകനായകൻ, മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ ഒലക്കനായകനായി വിട്ട് കണ്ടോ, കെട്ടിവെച്ച കാശ് കിട്ടാത്ത അവസ്ഥ വന്നുണ്ടോ? അതൊന്നും ഇനി നടക്കില്ല. നല്ല രാഷ്ട്രീയത്തിൽ അതായത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം മാത്രമേ ഇനി അവിടെ നിന്നല്ല, കേരളത്തിലായാലും ഇന്ത്യയിലായാലും എവിടെയായാലും ജനം സ്വീകരിക്കൂ സാറേ. അത് യാതൊരു താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷക കൂടിയുണ്ട്. അഭിനയനയാണ് മലപ്പുറത്ത് നിന്നും. അഭിനയന ഈ വിജയ് ഫാനാണോ? അതെ അതെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. അപ്പം ഈ വിജയ് ഒരു രാഷ്ട്രീയ സിനിമയിലൊക്കെ കൊള്ളാം, ഹിറ്റാണ്, നല്ല നായകനൊക്കെയാണ്. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വിജയിക്കുമോ? വിജയിക്കും, തീർച്ചയായും വിജയിക്കും. എന്താ അഭിനയനൊക്കെ അങ്ങനെ തോന്നാൻ കാരണം? കാരണം എന്ന് വെച്ചാൽ മറ്റു നിറയെ മാറ്റങ്ങളും തമിഴ്നാട്ടിൽ സംഭവിക്കും. വിദ്യാർത്ഥികൾക്ക് നിറയെ ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കും. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ആണോ? അഭിനയനയുടെ കൂട്ടുകാർക്കൊക്കെ ഇതേ അഭിപ്രായമാണോ? അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അതെ. എന്നാലും ക്ലാസ്സിലൊക്കെ കൂടുതൽ പേരുണ്ടോ ഈ വിജയ് ഫാൻസ്? അതെ, 1-2 പേരുണ്ട്. ഉണ്ട്. ശരി, ഓക്കെ. എന്തായാലും അഭിനയനയുടെ അഭിപ്രായം പറഞ്ഞതിന് പ്രത്യേക നന്ദി അഭിനയന. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. സുലൈമാനാണ്. സുലൈമാൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിജയ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം സാധാരണ സിനിമാക്കാർക്ക് അപ്പുറത്തേക്ക് ഗൗരവമുള്ള പല വിഷയങ്ങളിലുമൊക്കെ GST വിഷയത്തിലൊക്കെ തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയും പൊതു തെരഞ്ഞെടുപ്പിലൊക്കെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ പലതരത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വിജയ്. അത്തരമൊരാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ രാഷ്ട്രീയം തമിഴ്നാടിൻ്റെ ആകെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമോ? സാറ് മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ സിനിമാ താരങ്ങൾ മത്സരിക്കാൻ നിന്നപ്പോൾ അങ്ങനെ ജയിച്ചിട്ടുണ്ട്. MGRനെ പോലുള്ള വ്യക്തികൾ മറ്റേ. അതുപോലല്ല ഇപ്പൊ രാഷ്ട്രീയം മാറി. സിനിമാ താരങ്ങളാക്കി മാത്രം കാണാൻ തമിഴ്നാട്ടിൽ അവിടെയുള്ളവർ ഇപ്പൊ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും വന്ന വിജയിന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ പടവും ഇഷ്ടമാണ്. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ തിളങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. കൊല്ലത്ത് നിന്നും വിജയശീലനാണ്. ശ്രീ വിജയശീലൻ, താങ്കളുടെ പേര് തന്നെ ഉള്ള ഒരാളാണ് വിജയ്. അപ്പോൾ ആ വിജയ് വിജയിക്കുമോ? തീർച്ചയായിട്ടും വിജയിക്കും. എന്താണ് താങ്കൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? കാരണം ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരുത്താനുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ നല്ല പ്രിയപ്പെട്ട ഒരു ഈ സിനിമ ഡയലോഗ് പറയുന്ന പോലെ അത്ര എളുപ്പമാവോ രാഷ്ട്രീയത്തിൽ? എളുപ്പമാവത്തില്ല. എന്നാലും ഒരു തവണ തോറ്റാൽ അടുത്ത തവണ വരുമല്ലോ. എളുപ്പമാവത്തില്ല, ഇച്ചിരി കഷ്ടപ്പെട്ട് വരും. ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയല്ലേ. താങ്കൾക്ക് എന്തായാലും വിജയുടെ വരവിൽ അല്ലെങ്കിൽ അതിന്റെ വിജയത്തിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതാണ്. വിഷ്ണുവാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ വിഷ്ണു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിജയെ പോലെ തമിഴ്നാട്ടിലെ ജനപ്രിയനായ ഒരു നായകൻ സിനിമയിലെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അവിടെ ചില പ്രത്യേക അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴും രാഷ്ട്രീയം വ്യക്തമാക്കുന്ന അഭിപ്രായങ്ങൾ, എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്നു. 2026 പൊതു തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമെന്നും വിജയ് പറയുന്നു. ഈ വിജയുടെ പറച്ചിലുകൾ യാഥാർത്ഥ്യമാവാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. എന്താണ് അതിന് കാരണം? കാരണം പുള്ളിയുടെ പല നിലപാടുകളും പക്ഷെ നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ജീവിതത്തിലും അത് കൊണ്ടുവരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വിജയ്ക്കുള്ളത്. പക്ഷെ അത് ജീവിതത്തിൽ നടപ്പിലാക്കണമെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായ ഒരു അധികാരം കിട്ടിയേ തീരൂ. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ദുരിതം മാറണമെങ്കിൽ വിജയനെ പോലുള്ള ആളുകൾ രംഗത്തേക്ക് വരണം. പിന്നെ പുതിയ യങ് ജനറേഷൻ ഇപ്പം പഴയതുപോലെയൊന്നും അല്ല, ഒരു ആരുടെ അടിമകളൊന്നും അല്ല, ഒരുപാട് മാറി ചിന്തിക്കുന്നവരാണ്.
അപ്പൊ മാറ്റത്തിന് ഒരു വോട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയ് പോലെ ആള് അധികാരത്തിലേക്ക് വരും. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ആലുവയിൽ നിന്നും ശ്രീ ഗംഗൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഗംഗൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിജയ് സിനിമയെ കാണുന്ന ആളാണോ? അതെ അതെ അതെ, എല്ലാ സിനിമയും കാണുമോ? ഞാൻ ചില സിനിമകൾ കാണാറുണ്ട്. ഇഷ്ടമാണോ വിജയെ? ഇഷ്ടമാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ വിജയ് ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഈ സിനിമയിൽ കാണുന്ന ഇഷ്ടം തമിഴ്നാട്ടിലെ ജനത്തിന് രാഷ്ട്രീയത്തിലുള്ള വിജയോടും കാണുമോ? രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയിക്കുന്നതാണ് എന്റെ ഒരു ഇത്. കാരണം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. നമ്മളിപ്പോ പല രാഷ്ട്രീയക്കാരെയും നമ്മൾ മാറി മാറി പരീക്ഷിച്ചതല്ല. അവരൊക്കെ ഒരു അഴിമതിയും രാഷ്ട്രീയ കൊലപാതകം മറ്റേ കള്ളക്കടത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഇതങ്ങനെയല്ലോ. ഇപ്പൊ നമ്മളെ തൃശ്ശൂര് തന്നെ സുരേഷ് ഗോപി ജയിച്ചത് ഒരു പാർട്ടിയുടെ ഇതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെ സിനിമാ നടനായാലും ആരായാലും നല്ല കാര്യങ്ങൾ ചെയ്ത സംഗതി രാഷ്ട്രീയത്തിൽ വന്ന് വിജയിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്. പാലക്കാട് നിന്നും സൗമ്യയാണ്. സൗമ്യ, എങ്ങനെയാണ് ഈ വിജയ് ഫാനാണോ? അതെ, ഞാനും വിജയ് ഫാനാണ്. എന്റെ മകളും വിജയ് ഫാനാണ്. വിജയ് സാർക്ക് ഒരു ഹായ് കൊടുക്കണം. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിലൂടെ വിജയ് സാറിന് ഒരു ഹായ് കൊടുത്തരുത് എന്തായാലും. അപ്പൊ ഈ വിജയ് സിനിമയിലൊക്കെ കൊള്ളാം, നല്ല ആളാണ്. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അതുപോലെ വിജയിക്കാൻ പറ്റുമോ? വിജയ് സാർ എന്തായാലും ജയിക്കുന്നതാണ് എന്റെ വിശ്വാസം. ഒരുപാട് കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ എല്ലാരും വിജയ് ഫാനാണോ? വിജയിക്കും എന്നാണ് നന്നായിട്ട് ഉറപ്പ്. ഈ സൗമ്യയുടെ വീട്ടിൽ എല്ലാരും വിജയ് ഫാനാണോ? അതെ, എന്റെ മകൾക്ക് വിജയിന് ഭയങ്കര ഞങ്ങൾ വിജയ് ഫാൻസ് ആണ്. ആണോ? ശരി, ഓക്കെ. ഒരു കുടുംബത്തോടെ വിജയ് ഫാൻസ് ആണല്ലേ? ശരി, ഓക്കെ. മോഹനനാണ് പാലക്കാട് നിന്നും. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ കൂടി കുറെ കൂടി അടുത്ത് നിന്നൊക്കെ കാണുന്ന ആളുകൾ കൂടിയാവും. അങ്ങനെ ഒരു അടുപ്പം കൂടിയുണ്ട് ഭൂമിശാസ്ത്രപരമായ. എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വിജയ്ക്ക് ഭാവിയുണ്ടോ? ശ്രീ മോഹനൻ പറയാം. രാജേന്ദ്രനാണ് വരുന്നത്. ശ്രീ രാജേന്ദ്രൻ കടുത്തുരുത്തിയിൽ നിന്നാണ്. ശ്രീ രാജേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വിജയ് നല്ല ഒരു ആക്ടറാണ്. തമിഴ്നാട്ടില് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. സിനിമയിൽ നിന്ന് വന്നവര് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയ അതിപ്രസരം ഉള്ളൊരു സംസ്ഥാനമാണ്. ഒരു ദ്രാവിഡ ചിന്താഗതിയൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളാണ്. പക്ഷെ ആ സംസ്ഥാനത്തിന് ഒരു പുരോഗതി വേണമെങ്കിൽ നല്ല ഭാവിയെക്കുറിച്ച് നല്ല ചിന്താഗതിയുള്ള ഒരാൾ തന്നെ വരണം. അപ്പോൾ ഇതിനു മുമ്പാണെങ്കിൽ കമലഹാസൻ വന്നു, പക്ഷേ ഫെയിലിയർ ആയിരുന്നു. വിജയകാന്ത് വന്നു, ആദ്യം കുറച്ച് സീറ്റ് കിട്ടി, 10-40 സീറ്റ് കിട്ടി, പിന്നെ അതും ഫെയിലിയർ ആയി. അപ്പോൾ ആ ഒരു വാക്വത്തിൽ അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇപ്പൊ GST പറ്റിയൊക്കെ പറഞ്ഞത് അത് അദ്ദേഹം മാറ്റി പറഞ്ഞല്ലോ. പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കേരളത്തിലാണ് ഇപ്പൊ സുരേഷ് ഗോപി രാഷ്ട്രീയ ബേസിൽ മാത്രമല്ലല്ലോ, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലോ അദ്ദേഹം വിജയിച്ചത്. അതുപോലെ തന്നെ വിജയ് അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. നമുക്ക് നോർത്ത് പരവൂരിൽ നിന്നും ശ്രീ സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? തമിഴ് രാഷ്ട്രീയത്തിൽ ഒട്ടേറെ സിനിമാക്കാർ വിജയിച്ചിട്ടുണ്ടോ, പരാജയപ്പെട്ടു പോയിട്ടുമുണ്ടോ? ഇതിൽ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് പറയാം. രാജേന്ദ്രനാണ്, ക്ഷമിക്കണം കേട്ടോ, പേര് ഞാൻ തെറ്റായി കേട്ടതാണ്. ശ്രീ രാജേന്ദ്രൻ പറയാം. പുരുഷോത്തമനാണ്. ശ്രീ പുരുഷോത്തമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിജയ് പോലൊരു നടൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ? വിജയിന്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട്. കുഴപ്പമില്ല, നല്ല പടങ്ങളാണ്. ഈ വിജയ് ഫാനാണ്. എന്റെ വീട് എറണാകുളം നോർത്ത് പറൂരാണ്. ന്യൂസ് 8ന്റെ വാർത്ത ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വിജയ് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ദീപു കൂടി ചേരുന്നുണ്ട്. ശ്രീ ദീപു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തമിഴിലെ ഏറെ ജനസ്വാധീനമുള്ള ഒരു നായക നടനാണ് വിജയ്. വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ രാഷ്ട്രീയത്തെ തമിഴ്നാട്ടിൽ വിജയിപ്പിക്കാൻ കഴിയുമോ? ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ അടികൂടാത്ത ഒരു വിഷയമാണെന്ന് തോന്നിയത്. അപ്പൊ അതിനകത്ത് അങ്ങനെയൊന്നുമില്ല ദീപു, എല്ലാ വിഷയം പറയുമ്പോഴും നമ്മൾ പറയാറില്ല, ചില വിഷയങ്ങൾ മാത്രമേ നമ്മൾ പറയേണ്ടി വരുന്നത്. അല്ല, ഈ വിഷയത്തിൽ നമ്മളെ ഈ MGR ജയലളിത എന്നൊക്കെ സിനിമാ നടൻ നടി എന്നൊക്കെ പറയുന്നതിനപ്പുറം MGR കയറി വന്നിട്ടുള്ളത് DMK എന്നുള്ള പാർട്ടിയിൽ അംഗമായിട്ടാണ്, അതിനകത്ത് പ്രവർത്തിച്ചിട്ടാണ്. ആശയാടിസ്ഥാനമുള്ള ഒരു സംഘടനയുടെ കൂടെയാണ് അയാൾ നിന്നിട്ട് വന്നിട്ടുള്ളത്.
അത് പിന്നെ സ്പ്ലിറ്റായി അണ്ണാ ഡി എം കെ ആയി. അണ്ണാ ഡി എം കെയിലും വർക്ക് ചെയ്തിട്ടാണ് ജയലളിത വന്നിട്ടുള്ളത്. അവര് ആ പൊളിറ്റിക്സിനകത്ത് കയറിയിട്ടാണ് വന്നത്. അത് വെറും സിനിമാ നടൻ സിനിമാ നടി നമ്മൾ പറയുന്നത്. സിനിമാ നടനും സിനിമാ നടിയായിട്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് തോറ്റു തുന്നമ്പാടി കമലഹാസൻ അടക്കമുള്ളവരാണ് അവിടെ ഉള്ളത്. ഇവിടെ വിജയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ്ക്ക് എന്ത് രാഷ്ട്രീയ അടിസ്ഥാനമുള്ളത്? കുറച്ചൊരു ഫാൻ ഫെയിമിൽ കയറി വരികയാണ്. അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനാണ് സാധ്യത. മാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ BJPക്ക് എതിരായിട്ടുള്ള ആൾക്കാരാണ്. ഈ രണ്ട് BJPക്ക് എതിരായിട്ടുള്ള ആൾക്കാർ അവിടെ വരുമ്പോൾ ഒരു വിഷയമുണ്ട്. മാത്രമല്ല അണ്ണാ DMK ഇപ്പോൾ ആളില്ലാതെ കറങ്ങി നടക്കുന്നവരുണ്ട്. അവര് ഇവിടേക്ക് അഫിലിയേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യത്തില് വിജയ് അവിടെ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണ് ഇയാള് ഇത്രയും വലിയൊരു മാസിന്റെ ഇടയിൽ കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു പോകാൻ കഴിയുക എന്നുള്ളതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും വിജയുടെ വിഷയമാണ് ചർച്ച ചെയ്തത്. ആ വിഷയത്തിൽ വിജയെ പോലൊരു നടന് വിജയിക്കാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞ വിജയുടെ ആരാധകർ മുതൽ സാധാരണ പ്രേക്ഷകർ വരെയുണ്ട്. അങ്ങനെയല്ല, നടന്മാരൊന്നും വന്നതുകൊണ്ട് സിനിമ പോലെയല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞവരുമുണ്ട്. ഇതിൽ ഏതും ശരിയാവാം, ഏതും തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. നമുക്ക് ന്യൂസ് 18 പൊതുവേദി നാളെയും മറ്റൊരു വിഷയവുമായി ഇതേ സമയം.